الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور صدق الله العلي العظيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് വളരെ ഉദ്ദേശപൂർവവും അടിസ്ഥാനപരമായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുമാണ്. ഇത് കേവലം ഒരു കളിയായോ വിനോദമായോ അല്ല ഈ ഭൂമിയെയും ആകാശത്തെയും പ്രപഞ്ചത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ അല്ലാഹുവിന്റെ ഒരു വിനോദം എന്ന രൂപത്തിൽ ഈ ലോകത്തെ നോക്കിക്കാണുന്നവരും സങ്കല്പിക്കുന്നവരും ഉണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് വിശദീകരിച്ചു തരുന്നു, ഈ ആകാശഭൂമികളെയും പ്രപഞ്ചത്തെയും നാം സൃഷ്ടിച്ചത് കേവലം ഒരു വിനോദത്തിന് വേണ്ടിയല്ല. അങ്ങനെ ഒരു വിനോദമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എങ്കിൽ നമുക്കത് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. പക്ഷേ ഒരു സത്യത്തിന് വേണ്ടി, ഒരു ഹക്കിന് വേണ്ടി, അതിനുവേണ്ടിയാണ് ഈ ഭൂമിയെയും ആകാശത്തെയും പ്രപഞ്ചത്തെയും അതിലെ സകല ജീവജാലങ്ങളെയും പടച്ചിട്ടുള്ളത്. വമാ ഖലഖ്ന സ്സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വമാ ഖലഖ്ന സ്സമാഅ വൽ അർള വമാ ബൈനഹുമാ. ആകാശലോകത്തെയും ഭൂമിയെയും അവക്കിടയിലുള്ള സകല ചരാചരങ്ങളെയും നാം സൃഷ്ടിച്ചത് ഒരു വിനോദത്തിന് വേണ്ടിയും കളിക്ക് വേണ്ടിയും അല്ല. ദാലിക ലന്നുല്ലദീന കഫറു. അതാണ് യഥാർത്ഥത്തിൽ സത്യനിഷേധികളുടെ വിചാരം. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരും അള്ളാഹുവിനെ മനസ്സിലാക്കാത്തവരും അള്ളാഹുവിന്റെ സന്ദേശം സ്വീകരിക്കാത്തവരുമായ ആളുകൾ ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുന്നത് ആ രൂപത്തിലാണ്. ഒരു വിനോദം അല്ലെങ്കിൽ ഒരു കളി, ഒരു തമാശ, ഒരു പ്രത്യേകമായ ലക്ഷ്യമോ പ്രത്യേകമായ ഉദ്ദേശമോ ഒന്നും തന്നെ ഇല്ലാതെ ആരുടെയോ ഒക്കെ ഒരു തമാശയുടെയും കളിയുടെയും ഫലമായി നിലവിൽ വന്ന ഒന്ന് എന്നാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ച് അവർ കരുതുന്നത്. പക്ഷെ അങ്ങനെയല്ല ഇതിനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. വമാ ഖലഖ്ന സ്സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ ലൗ അറദ്നാ അൻ നത്തഖിദ ലഹ്വൻ ലത്തഖദ്നാഹു മിൻ ലദുന്നാ. വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ നാം ഒരു വിനോദത്തിന് വേണ്ടി പടച്ചതല്ല. അങ്ങനെ ഒരു വിനോദവും ഒരു കളിയും ഒരു രസവും ഒരു തമാശയും കുട്ടികൾ വീടുകളുണ്ടാക്കി കളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കലാകാരന്മാര് അവർക്ക് ആകർഷകമായ വല്ലതും ചിത്രീകരിക്കുകയോ നിർമ്മിക്കുകയോ ഒക്കെ ചെയ്യുന്നത് പോലെ, അങ്ങനെയുള്ള ഒരു തമാശയും അത്തരത്തിലുള്ള ഒരു വിനോദവുമാണ് ഇതിന്റെ പിന്നിൽ നാം ഉദ്ദേശിച്ചത് എങ്കിൽ നമുക്ക് നിഷ്പ്രയാസം അതേ സാധിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സൂക്ഷ്മദൃക്കുകളായ ആളുകൾ
കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരായ ആളുകൾ, ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചുകൊണ്ട് സത്യം കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്നവരായ ആളുകൾ, അവർ പറയും സുബ്ഹാനക മാ ഖലഖത ഹാദാ ബാതില. സുബ്ഹാനക്, അല്ലാഹുവേ, നീ എല്ലാ കുറ്റങ്ങളിൽ നിന്നും, എല്ലാ ന്യൂനതകളിൽ നിന്നും, എല്ലാ കഴിവുകേടിൽ നിന്നും മുക്തനാണ്. മാ ഖലഖത ഹാദാ ബാതില, ഇതൊന്നും തന്നെ ഒരു ഉദ്ദേശരഹിതമായി, ഒരു പ്രത്യേകമായ ഒരു ലക്ഷ്യവുമൊന്നുമില്ലാതെ ബാത്തിലായ രൂപത്തിൽ പടച്ചതല്ല നീ എന്നവരെ പ്രഖ്യാപിക്കും എന്ന് ചിന്താശീലമുള്ള, ആലോചനാശീലമുള്ള ആളുകളുടെ നിലപാടിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമാക്കി തരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഒരു പ്രത്യേക ഘടനയും രൂപവും ഒക്കെ അതിന് നൽകി കുറച്ചുകാലം ഈ ഭൂമിയും ഈ ഭൂമിയിലെ വസ്തുക്കളുമൊക്കെ ഈ രൂപത്തിൽ കഴിയട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു. അതിന്റെ പിന്നിൽ വരാനിരിക്കുന്ന വലിയ ഒരു ലോകത്തെ സംബന്ധിച്ചും വരാനിരിക്കുന്ന പുതിയ പുതിയ ഘട്ടങ്ങളെ സംബന്ധിച്ചുമൊക്കെ അല്ലാഹുവിന് ആസൂത്രണമുണ്ട്. അതിനാവശ്യമായ രീതിയിലാണ് ഈ പ്രപഞ്ചത്തെ അല്ലാഹു സംവിധാനിച്ച് നിലനിർത്തിയിട്ടുള്ളത്. ആ പരലോക ജീവിതം, ഇനി വരാനിരിക്കുന്ന അടുത്ത ഘട്ടം, ആ ഘട്ടമാണ് എന്നെന്നും നിലനിൽക്കുന്നതും ശാശ്വതമായതും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമാക്കി തരുന്നു. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ. വരാനിരിക്കുന്ന ഘട്ടം, ആഖിറത്ത് എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും ഉത്തമവും അതാണ് ശാശ്വതവും എന്നെന്നും നിലനിൽക്കുന്നതും. ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയ ഫിൽ ആഖിറത്തി ഇല്ലാ ഖലീൽ. ആ വരാനിരിക്കുന്ന ഘട്ടത്തെ സംബന്ധിച്ച് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ദുനിയാവിലെ സൗകര്യങ്ങളും സുഖങ്ങളും ഇവിടത്തെ ഈ ജീവിത കാലഘട്ടവുമൊക്കെ വളരെ വളരെ ചെറുതാണ്, നിസ്സാരമാണ്, അല്പമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നു. നൂറ്റാണ്ടുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിച്ചു എന്ന് വന്നേക്കാം. അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ കഴിഞ്ഞുകൂടി എന്ന് വന്നേക്കാം. മനുഷ്യ സമൂഹവും ജീവജാലങ്ങളും ഒക്കെ ഈ പ്രപഞ്ചത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അത് അവസാനിക്കുന്നതുവരെ ഒരുപാട് നൂറ്റാണ്ടുകൾ നീണ്ടുപോയി എന്ന് വന്നേക്കാം. അതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ ദീർഘമായ കാലമാണിത് എന്നും അത് വമ്പിച്ച ഒരു കാലഘട്ടമാണ് എന്നൊക്കെ സങ്കല്പിക്കുന്നുണ്ട് എങ്കിൽ അതൊന്നും ശരിയല്ല. ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം, പാരത്രിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, മരണാനന്തരമായിട്ട് വരാനിരിക്കുന്ന ഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് എന്നെന്നും നിലനിൽക്കുന്നതും ശാശ്വതവും അവസാനിക്കാത്തതും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമാക്കി തരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഘട്ടവും ഒരു ജീവിതവും ഒക്കെ വരാനിരിക്കുകയാണ്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ആസൂത്രണത്തോടു കൂടിയാണ് ഈ പ്രപഞ്ചത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. കുറെ കാലം ഇവിടെ മനുഷ്യരും മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളും ഈ പ്രപഞ്ചവുമൊക്കെ നിലനിൽക്കണം. പക്ഷെ അത് കഴിഞ്ഞാൽ അതിന്റെ ഘടന മാറുന്നു, സ്വഭാവം മാറുന്നു, ആസൂത്രണങ്ങൾ മാറുന്നു, തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയ ലോകമായി കൊണ്ട് പരിവർത്തിക്കപ്പെടുന്നു. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള് വസ്സമാവാതു മത്വിയാത്തുൻ വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അവസ്ഥയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. ഭൂമി അല്ലാതായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ആകാശവും ഉപരിലോകവും ഒക്കെ അത് നിങ്ങളിപ്പോൾ കാണുന്ന വിശാലമായി കിടക്കുന്ന ഒരു മേഖല എന്നതിൽ നിന്ന് വ്യത്യസ്തമായി അത് ചുരുണ്ട് വേറെ ഒരു രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിന് ആധിപത്യം ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണമായി അതിനെ നിയന്ത്രിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരുന്നു. ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ സജ്ജീകരിക്കുക, അതിനാവശ്യമായ രൂപത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകി വീണ്ടും വിചാരം നടത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഐഹിക ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അതിനാവശ്യമായ ആസൂത്രണം, അതിനാവശ്യമായ പ്രവാചകന്മാർ, അതിനാവശ്യമായ രീതിയിലുള്ള സന്മാർഗ ദർശനം, അതിനാവശ്യമായ രീതിയിലുള്ള വേദഗ്രന്ഥങ്ങൾ, ഇത് നൽകിക്കൊണ്ടാണ് ഈ മനുഷ്യനെ ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുന്നത്. അപ്പോൾ എത്ര ദീർഘമായ ഒരു ജീവിതം നമ്മളിവിടെ ജീവിക്കുകയാണ് എങ്കിലും
പെട്ടെന്ന് ഒരു ബ്രേക്ക് ഈ ജീവിതത്തിന് സംഭവിക്കും. എല്ലാ ആളുകളും ജനിച്ചവരെല്ലാം തന്നെ ഇവിടെ നിലനിൽക്കുക എന്നുള്ള ഒരവസ്ഥ ഈ ഘടനയിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ ഒരു രൂപവും ഇതിനില്ല. കുല്ലുമൻ അലൈഹ ഫാൻ, കുല്ലുമൻ അലൈഹ ഫാൻ. ഈ എല്ലാ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും നശിക്കുക തന്നെ ചെയ്യും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അങ്ങനെ അനുഗ്രഹീതനും പരമ കാരുണ്യവാനും എല്ലാ ശക്തിവിശേഷത്തിന്റെയും ഉടമയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം അവശേഷിക്കും. മറ്റുള്ളതെല്ലാം തന്നെ നശിച്ചു പോകുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും, എല്ലാ ആത്മാക്കളും, എല്ലാ ജീവനുകളും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. മരിക്കാതിരിക്കുകയില്ല. മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലങ്ങൾ ലഭിക്കുന്നത് ആ പാരത്രിക ജീവിതത്തിൽ വെച്ചാണ്. നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുവോ ആ പ്രവർത്തനങ്ങളിൽ നന്മയുണ്ടായിരിക്കും, തിന്മയുണ്ടായിരിക്കും. അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് അർഹമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും, അള്ളാഹുവിന്റെ ശിക്ഷക്ക് അർഹമായതും ഉണ്ടായിരിക്കും. ഇതൊക്കെ തന്നു തീർക്കുന്ന ഒരു സ്ഥലം അല്ല ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത്. വളരെ പ്രയാസപ്പെട്ട് ഞെങ്ങി ഞെരുങ്ങി കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടായിരിക്കും, സാത്വികരായ ആളുകൾ, നല്ലവരായ മനുഷ്യന്മാർ. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം എന്നുള്ള രൂപത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവർ വരും. പക്ഷേ അവർക്ക് മതിയായ പ്രതിഫലം തീർച്ചയായും കിട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ വളരെ തോന്നിയാസികളായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, കള്ളന്മാരും കൊള്ളരുതാത്തവരും എല്ലാ തിന്മകളുടെയും കേദാരങ്ങളുമായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഈ ഭൂമിയിലുണ്ടായിരിക്കും. പരമസുഖത്തോടുകൂടി എല്ലാ സൗകര്യങ്ങളോടും കൂടി രാജാക്കന്മാരും കോടീശ്വരന്മാരായിട്ട് വാഴുന്നവർ, അവരുടെ ഈ തിന്മകളുടെ ശിക്ഷ അവർ അനുഭവിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു നീതി, നിഷ്കൃഷ്ടമായ ഒരു നീതി നടപ്പാവേണ്ടതുണ്ട്. പക്ഷെ അത് എവിടെ വെച്ചാണ്? വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിലാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണമായ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് അണപൈ തീർത്ത് തരുന്നത്. ആ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആ ദിവസത്തിൽ നരകത്തിൽ നിന്ന് മോചനം നേടി ആ നരകത്തിൽ പ്രവേശിക്കാതെ ആര് രക്ഷപ്പെടുന്നുവോ അവനാണ് സാക്ഷാൽ രക്ഷപ്പെട്ടവൻ, അവനാണ് സാക്ഷാൽ വിജയി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാരത്രിക ജീവിതത്തെ സംബന്ധിച്ചുള്ള ബോധം, ഈ നിലവിലുള്ള ജീവിതത്തിന് ഏത് നിമിഷവും ബ്രേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഉള്ള വിചാരം നിങ്ങൾക്കുണ്ടാവണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയും തെര്യപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എത്ര കണ്ട് സുഖത്തോടുകൂടി ജീവിക്കുന്നവനായിരുന്നാലും, എത്ര കണ്ട് ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നവനായിരുന്നാലും, മരണത്തെ സംബന്ധിച്ചിടത്തോളം അടുത്തൊന്നും അയാളുടെ അയലത്തുകൂടി പോവുകയില്ല എന്നാണ് നമ്മുടെ സങ്കല്പമെങ്കിലും ഫൈദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഫൈദാ ജാഅ അജലുഹും, അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ, ലാ യസ്തഖിറൂന സഅതൻ, ഒരു നിമിഷം പോലും അവർ അവരെ പിന്തിച്ചിടുന്നതല്ല, വലാ യസ്തഖ്ദിമൂൻ, ആ സമയം എത്താതെ മരിച്ചു പോവുകയുമില്ല. നമ്മളിപ്പോ മേഴ്സി കില്ലിംഗ് എന്ന് പറഞ്ഞ ദയാവധം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ദയാവധം, ഓരോ രോഗിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതീക്ഷയും നശിച്ചു. അയാളിനി ജീവിക്കുമെന്ന് ആർക്കും തന്നെ പ്രതീക്ഷയില്ല. അയാൾ ഈ രോഗത്തിന്റെ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മരിക്കുന്നതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഉത്തമം എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് ദയാവധം ചെയ്യാമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഘട്ടം എത്തിയിട്ടും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന മനുഷ്യർക്ക് പോലും മരണത്തിന്റെ ആ സമയം എത്താത്തത് കൊണ്ട് മരിക്കാൻ സാധിക്കാതെ അവർ ജീവിതത്തിൽ നിലനിൽക്കുന്നു. അത് നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരനുഭവമാണ്. ആ ആള് തന്നെ സ്വയം മരണത്തെ വരിക്കാൻ വേണ്ടി എപ്പോഴും തയ്യാറാണ്. മരിക്കുന്നതാണ് എനിക്ക് ഉത്തമം എന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരോടും അത് ആവശ്യം അയാൾ ഉന്നയിക്കുകയും ചെയ്യുന്നു.
എന്നെ ഒന്ന് കൊന്നു തരൂ എന്ന്, അല്ലെങ്കിൽ മരിപ്പിച്ചു തരൂ എന്ന് ഡോക്ടർമാരോട് അയാൾ ആവശ്യപ്പെടുന്നു. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതേ അവസരത്തിൽ മരണത്തെ സംബന്ധിച്ച് ഒരു വിചാരവുമില്ലാത്ത വളരെ ചെറുപ്പക്കാരും വളരെ യുവാക്കളുമായ ആളുകളൊക്കെ പെട്ടെന്ന് അവർ മരണത്തിന് കീഴടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ 2-3 മരണങ്ങൾ എന്റെ ശ്രദ്ധയിൽ പ്രത്യേകമായി ഒരു ചെറുപ്പക്കാരൻ പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറുചുറുപ്പുള്ള ഒരു ചെറുപ്പക്കാരൻ വൈകുന്നേര സമയത്ത് ബാഡ്മിന്റൺ കളിക്കുകയാണ്. തന്റെ കൂട്ടുകാരുമൊത്തുകൊണ്ട് ബാഡ്മിന്റൺ കളിക്കുന്നു. ഒരു ഗെയിം കഴിഞ്ഞു, അയാൾ ഇരിക്കുന്നു. ആ ഇരുത്തത്തിൽ അയാൾ മരിച്ചു പോകുന്നു. പത്രത്തിലൊക്കെ വാർത്ത കണ്ടു. മാധ്യമപത്രത്തിന്റെ അതിന്റെ ഉദ്യോഗസ്ഥന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു. അപ്പോ ആ രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു നിമിഷത്തിൽ ഇരിക്കുന്നു, അയാൾ ആ മരണത്തിന് കീഴടങ്ങുന്നു. അതുപോലെ പല ഉദാഹരണങ്ങളും വേറെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഇശാ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഖുർആൻ ദർസും കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത് അയാൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു വാഹനം മുട്ടുന്നു, മരിക്കുന്നു. ഇത് നമ്മുടെ ഈ ആഴ്ചയിൽ തന്നെ കാണും. വേറെ ഒരു സുഹൃത്തിൽ നിന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ബന്ധപ്പെട്ട ഒരു പിതാവ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ഒരാൾ എല്ലാ സംഗതികളും കഴിഞ്ഞ് സാധാരണ പോലെ ഒരു പ്രയാസവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് ഇരുന്നു കൊണ്ട് മരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവധി എത്തിക്കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അവധി എത്തിക്കഴിഞ്ഞാൽ അല്പം പോലും പിന്നോട്ടോ മുന്നോട്ടോ ഇല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പരിശുദ്ധ ഖുർആൻ പലയിടത്തും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ആരാണ് എവിടെ വെച്ചാണ് എപ്പോഴാണ് മരിക്കുക എന്നും ആർക്കും അറിഞ്ഞുകൂടാ. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ചാണ് മരിക്കുക എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഈ മരണത്തെ നേരിടാൻ നമ്മൾ ഒരുപാട് ആസൂത്രണങ്ങൾ ചെയ്യുന്നുണ്ട്. രോഗങ്ങൾക്ക് നമ്മൾ മരുന്നുകൾ കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ മരണം വരുമ്പോൾ അതിനെ തടുക്കാൻ വേണ്ടിയിട്ട്, വല്ല അപകടങ്ങളൊക്കെ വരുമ്പോൾ അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകരുതൽ എടുക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച കാര്യങ്ങളുമാണ്. മരണത്തിന് കീഴടങ്ങി കൊടുക്കണമെന്നൊരിക്കലും നമ്മൾ ആവശ്യപ്പെട്ടില്ല. അതൊക്കെ മനുഷ്യ സഹജമായി നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ട് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ തന്നെയാണ്. പക്ഷെ അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയപ്രകാരം ആ മരണം വന്നെത്തുമ്പോൾ എല്ലാ ആസൂത്രണങ്ങളും പരാജയപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം വളരെയേറെ ശാസ്ത്രീയമായും സാങ്കേതിക വിദ്യയിലുമൊക്കെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പൊ ആ ഭൂകമ്പങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള രൂപത്തിലാണ് അവരുടെ കെട്ടിട നിർമ്മാണവും വീടുകളുടെ നിർമ്മാണവും ഒക്കെ. എത്ര ഭൂകമ്പങ്ങൾ ഉണ്ടായാലും വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാത്ത രീതിയിൽ അതിന് അവർ ടെക്നോളജിയെ വികസിപ്പിച്ചുകൊണ്ടും പുരോഗമിപ്പിച്ചുകൊണ്ടും പരിഷ്കരിച്ചുകൊണ്ടുമൊക്കെ അതിനാവശ്യമായ നടപടികളും രീതികളും ആസൂത്രണങ്ങളും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ജപ്പാനിൽ ഇപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന സുനാമിയുടെ ഫലമായിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോകുന്നു. എല്ലാം നിസ്സഹായരായി കൈകെട്ടി നോക്കി നിൽക്കുക എന്നുള്ളതല്ലാതെ കണ്ടു ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് അള്ളാഹുവിന്റെ ഖദറുകൾ, അള്ളാഹുവിന്റെ നിശ്ചയങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓർമ്മയുണ്ടായിരിക്കണം, ഇതാണ് എന്റെ ജീവിതത്തിന്റെ അവസ്ഥ. ഏത് നിമിഷത്തിലാണ് അള്ളാഹുവിന്റെ വിളി വരുന്നത് എന്ന് എനിക്ക് തീരുമാനിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ ഒരുങ്ങിയിരിക്കണം എന്നുള്ള ഒരു ബോധം എല്ലാ ആളുകൾക്കും ഉണ്ടാവണം. ഈ ബോധമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ ലവലേശവും ഇല്ലാതിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ആരും തന്നെ നിഷേധിക്കുകയില്ല. എല്ലാവർക്കും അനുഭവമുള്ളതും ബോധ്യമുള്ളതും നിഷേധിക്കാൻ പറ്റാത്തതുമായ ഒരു യാഥാർത്ഥ്യമാണ് മരണം. ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മുടെ അടുത്ത് വരും എന്നുള്ളതിനെ സംബന്ധിച്ചും ആർക്കും തന്നെ സംശയമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മരണത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കേണ്ടതുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് വിളിക്കപ്പെടുമ്പോൾ എന്റെ റെക്കോർഡുകളും രേഖകളുമായി കൊണ്ട് എനിക്ക് സന്തോഷത്തോടുകൂടി ചെന്നെത്താൻ സാധിക്കേണ്ടതുണ്ട് എന്ന് വിചാരിച്ച് അതിനാവശ്യമായ സന്നദ്ധതയും അതിനാവശ്യമായ തയ്യാറെടുപ്പും എടുക്കുക എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപൂർവകമായ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖാഫിൽ പറയുകയാണ്, വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ്, ആ സത്യവുമായി കൊണ്ട് ആ മരണത്തിന്റെ വെപ്രാളങ്ങൾ നിന്നെ പിടികൂടും, നിന്നെ ബാധിക്കും. മരണത്തിന്റെ വെപ്രാളം നിന്നെ പിടികൂടും ആ സത്യവുമായിട്ട്. നിന്റെ അംഗീകരിക്കുന്നതും ഒരുപക്ഷെ നിനക്ക് സംശയിച്ചു നിന്നിരുന്നതോ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? അവിടെ ഒരു മലക്ക് വരലോ, അല്ലെങ്കിൽ ഒരു റൂഹനുപ്പെടുത്തമോ, അല്ലെങ്കിൽ ഒരു മരണാനന്തര ജീവിതമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് ഇപ്പോഴും പൂർണ്ണമായി വിശ്വാസം വരാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ. ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. അവർക്ക് ശരിക്കും ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്, ഏതൊരു യാഥാർത്ഥ്യത്തിൽ നിന്ന് നീ തെന്നിമാറി നടന്നിരുന്നുവോ, ഏതൊരു സത്യത്തിൽ നിന്ന് നീ അകന്നകന്നു പോയിരുന്നുവോ, അതിതാ നിനക്ക് വെളിപ്പെട്ടിരിക്കുകയാണ്. മരണാസന്നമാകുന്ന സന്ദർഭത്തിൽ നിനക്കിതാ ആ കാര്യം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എല്ലാ നിഷേധങ്ങളും അതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവരും ആ സന്ദർഭത്തിൽ ഒന്ന് മടങ്ങാനും തിരിച്ചു വരാനും ഒക്കെയുള്ള ഒരു സന്നദ്ധതയും തയ്യാറെടുപ്പുണ്ടായിരിക്കും. ഫിറഔൻ അടക്കമുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് വ്യക്തമാക്കി തന്നു. ഫിറഔൻ ഉണ്ടല്ലോ, അന റബ്ബുക്കുമുൽ അഅല, എല്ലാ സുഖങ്ങളും എല്ലാ അധികാരങ്ങളും എല്ലാ തരത്തിലുള്ള പ്രതാപവും ഒക്കെ ആസ്വദിച്ച് അനുഭവിച്ചുകൊണ്ട് നടന്ന് മൂസാ നബി അലൈഹിസ്സലാമയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും ഒക്കെ പീഡിപ്പിച്ച് അങ്ങേയറ്റം അവരെ ദ്രോഹിച്ച് ആ ദ്രോഹത്തിൽ സന്തോഷം കൊണ്ട് നടന്നിരുന്ന ഫിറഔൻ, ആ ഫിറഔൻ അന റബ്ബുക്കുമുൽ അഅല എന്നാണ്, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി എന്നാണ് പറഞ്ഞിരുന്നത്. എല്ലാം ഞാൻ തീരുമാനിക്കുന്നതും എന്റെ ഇഷ്ടവും ഞാൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതുമായ അങ്ങനെ ഏകഛത്രാധിപതിയാണ് ഞാൻ, എന്നെ കൂടാതെ ഒരു അധികാര സ്രോതസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന റബ്ബുക്കുമുൽ അഅല എന്ന് മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി എന്നൊക്കെ പറയുന്ന ഫിറഔൻ ആ മുങ്ങി മരിക്കാൻ പോകുന്ന സന്ദർഭത്തിലുണ്ടല്ലോ, ആമൻതു ബി റബ്ബി ഹാറൂന വ മൂസ, ആമൻതു ബി റബ്ബി ഹാറൂന വ മൂസ, ഇതാ മൂസായുടെയും ഹാറൂന്റെയും ഒക്കെ റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുകയുണ്ടായല്ലോ. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ വരും. അതാണ് ദാലിക മാ കുൻത മിൻഹു തഹീദ്, നിനക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ടായിരുന്ന ആ ഒരു യാഥാർത്ഥ്യം ഇതാ നിന്റെ മുന്നിൽ ഇപ്പോൾ വന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ബോധ്യപ്പെടുത്തിക്കൊള്ളുക. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫനാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇമാതിരിയുള്ള ഒരു രംഗം അനുഭവിക്കേണ്ടി വരും എന്നുള്ള ചിന്തയെ നിനക്കുണ്ടായിരുന്നില്ല. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫനാ അൻക ഗിതാഅക, ഇപ്പോഴാ കണ്ണിന്റെ ആ മൂടിയൊക്കെ മാറി നീങ്ങിപ്പോയില്ലേ. നിന്റെ കണ്ണുകൊണ്ട് സത്യം നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല, കൽബ് കൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ നിനക്ക് സാധിക്കുമായിരുന്നില്ല. ഇപ്പോ ആ മറയൊക്കെ നീങ്ങില്ലേ. ഫകശഫനാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്, ഇന്ന് ഇപ്പോഴതാ നിനക്ക് നല്ല തെളിഞ്ഞ രൂപത്തിലെല്ലാം കാണാൻ കഴിയുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. എന്തെല്ലാം നിഷേധിച്ചുകൊണ്ടും എന്തിനെയെല്ലാം തന്നെ പുല്ലായി അവഗണിച്ചുകൊണ്ടും താന്തോന്നിയായും അല്ലാഹനെ ധിക്കരിച്ചുകൊണ്ടും ആണോ നീ ജീവിച്ചിരുന്നത്? അതിന്റെയൊക്കെ സമയം അവസാനിച്ചു പോയില്ലേ എന്നുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഹത്താ ഇദാ ജാ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ, അങ്ങനെ മരണം ആസന്നമാകുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ പറയുകയാണ്, ഇർജിഊൻ, എന്നെ ഒന്ന് മടക്കിത്തരൂ, ഞാനൊന്ന് പുറകോട്ട് പോകട്ടെ, അല്പസമയം കൂടി എനിക്ക് അനുവദിച്ചു തരൂ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഈ വിട്ടേച്ചു പോകുന്ന ജീവിതത്തിൽ കുറച്ച് നല്ല കാര്യങ്ങളും കൂടി നീ ചെയ്യട്ടെ. ഇതുവരെ ചെയ്തതൊക്കെ അബദ്ധമായിരുന്നു, ഇതുവരെ ചെയ്തതെല്ലാം തന്നെ തെറ്റായിരുന്നു, അള്ളാഹനെ ധിക്കരിച്ചുകൊണ്ടാണ് ജീവിച്ചത്, താന്തോന്നിയായിക്കൊണ്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് ഞാൻ ഒരു അല്പസമയം കൂടി എനിക്ക് അനുവദിച്ചു തരൂ, ഞാൻ സാലിഹായ സൽക്കർമ്മങ്ങൾ കുറച്ചുകൂടി ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അവരുടെ വെപ്രാളങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സമയം വരാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ ലോകം എന്നെന്നും നിലനിൽക്കുകയില്ല, ഈ സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ എന്നെന്നും ഉണ്ടാവുകയില്ല. നമുക്ക് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും ചിന്തിക്കുന്നത് പരമാവധി സുഖങ്ങൾ ഇനി എനിക്ക് എങ്ങനെ ആസ്വദിക്കാൻ സാധിക്കും, ഒരിക്കലും തന്നെ ഇവിടെ നിന്ന് പോവേണ്ടതില്ല എന്നുള്ള ഒരു ധാരണയോടുകൂടി
എല്ലാ സുഖങ്ങളും ഇവിടെ നിന്ന് തന്നെ അനുഭവിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പരമാവധി എന്താണ് ഇവിടെ സുഖങ്ങൾ എങ്ങനെ സമ്പാദിക്കാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് മനുഷ്യർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളി വരുന്നത്. ആ വിളിയെ സംബന്ധിച്ചിടത്തോളമുള്ള കാവൽ നിങ്ങൾക്കുണ്ടായിരിക്കണം, പ്രതീക്ഷ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായി കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ആ മരണാനന്തര ജീവിതത്തിലേക്ക് എന്താണ് ഒരുമിച്ച് കൂട്ടി വെച്ചിട്ടുള്ളത്, ശേഖരിച്ചു വെച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചും ചിന്തിക്കണം. ഇതാണ് അല്ലാഹു പറയുന്നത്, ഫൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് വേണ്ടി എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഓരോ ആളുകളും ചിന്തിക്കട്ടെ. ഏത് നിമിഷത്തിലും മരണം വരാൻ സന്നദ്ധമാണല്ലോ, മരണം വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഫൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും തന്നെ ചിന്തിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ ഈ ഒരു ചിന്ത തീർച്ചയായും നമുക്കുണ്ടായിരിക്കണം. ഈ ഐഹിക ജീവിതത്തിൽ എപ്പോഴും തന്നെ ഒരു വിളിയെ സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരിക്കണം. ഏത് നിമിഷം വരികയാണ് എങ്കിലും ശരി, വലാ തമൂത്തുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, ഞാൻ അല്ലാഹുവിന്റെ കൽപ്പനകളൊക്കെ അനുസരിച്ചുകൊണ്ട് ഒരു വീഴ്ചയും വരുത്താതെയാണ് ഈ നിമിഷം വരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് സംതൃപ്തി അടയാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സഹാബാക്കളെ ഉപദേശിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ മരണത്തിന് തയ്യാറെടുക്കേണ്ടത്, എങ്ങനെയാണ് ഐഹിക ജീവിതത്തെ നിങ്ങൾ മുന്നോട്ട് നയിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹ് ഒരു സഹാബിയെ ഉപദേശിക്കുന്ന ഏതാനും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ ആവശ്യമാണ്. തിരുമേനി പറഞ്ഞു, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾ, 5 അവസ്ഥകൾ നിനക്ക് വരുന്നതിന് മുമ്പ് പരമാവധി ഈ അവസ്ഥകളെ പ്രയോജനപ്പെടുത്താനും നാളത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താനും നിനക്ക് സാധിക്കണം. ശബാബക ഖബ്ല ഹറമിക്, നിന്റെ യൗവനം, ഈ യൗവനം എന്നെന്നും നിലനിൽക്കുന്നതല്ല. യുവാക്കളായ ആളുകൾ അവരുടെ യൗവനത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വിഭ്രാന്തിയിൽ ഒരിക്കലും തന്നെ അകപ്പെടാൻ പാടില്ല. യൗവനം എന്ന് പറയുന്നത് അത് എനിക്ക് സുഖിക്കാനും അടിച്ചുപൊളിക്കാനുമുള്ളതാണ് എന്ന ഒരു സങ്കല്പം എല്ലാവരും അതാണ് പഠിപ്പിക്കുന്നത്. എല്ലാ ചിന്തകളും, എല്ലാ തത്വശാസ്ത്രജ്ഞന്മാരും, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ചെറുപ്പക്കാരെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ പൈശാചിക വചനങ്ങളാണ്. ചെറുപ്പക്കാരുടെ ഈ യൗവനം എന്ന് പറയുന്നത് അവർക്ക് ആസ്വദിക്കാനും സുഖിക്കാനും പരമാവധി ഐഹിക ജീവിതത്തിന്റെ ഈ മുന്തിരിച്ചാറ് കുടിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, അതിനുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുക, അതിനുള്ള ഓഫറുകൾ, അതാണല്ലോ ഇന്നത്തെ ജീവിതത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഇവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത്, അല്ല, ഈ ശബാബ് എന്ന് പറയുന്ന യൗവനം എന്ന് പറയുന്ന ഈ ഘട്ടത്തെ, ഈ ദശയെ നീ ഇതല്ലാത്ത വേറൊരു ഘട്ടത്തിലേക്ക് പോവാൻ ഇരിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ ആ ഹറമ എന്ന് പറയുന്ന വാർദ്ധക്യം അല്ലെങ്കിൽ നിന്റെ വയസ്സാകുന്ന ഒരു സന്ദർഭം, അന്ന് നീ വിചാരിച്ചതുപോലെ നിന്റെ ശരീരം മുഴുവൻ തന്നെ പിടിച്ചെടുത്ത് കിട്ടുകയില്ല. ഇരിക്കണമെങ്കിലും നിൽക്കണമെങ്കിലും ഒക്കെ പരസഹായം ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ഇളകാനും പോവാനും കയറാനും ഇറങ്ങാനും ഒക്കെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരവസ്ഥ വരുമ്പോ ഇപ്പൊ വിചാരിക്കുന്ന മാറിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ പ്രവർത്തിക്കാനോ നിനക്ക് സാധിച്ചു എന്ന് വരികയില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ, ഇനിയും അവസരമുണ്ടല്ലോ, മരണം എപ്പോഴൊന്നും വരില്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തെ നന്നാക്കി തീർക്കുവാനും അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ചുകൊണ്ട് നീക്കാനും ഒക്കെ കുറച്ചു കാലം കഴിയട്ടെ എന്ന് വിചാരിച്ച് പിന്നോട്ട് വെക്കരുത്, പിന്തിച്ചു വെക്കരുത്. ഈ യൗവനത്തിൻ്റെതായ ചെറുപ്പക്കാരുടേതായ ഈ കാലഘട്ടത്തിൽ തന്നെ നിന്റെ ഈ യൗവനത്തെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹിന്റെ കൂലി ഏറ്റവും ഏറെ കിട്ടുക അവന്റെ യൗവനത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കാണ്. എല്ലാ രൂപത്തിൽ നിന്നും പിശാചിന്റെ തേരാളികളായ ദുശക്തികളും അവനെ തിന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടും അതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടും ഇരിക്കുമ്പോൾ അതിനോട് പ്രതിരോധിച്ചുകൊണ്ട് അവൻ സന്മാർഗത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവർത്തനത്തെ പ്രത്യേകമായി പരിഗണിക്കുകയും അതിന് മഹത്തായ പ്രതിഫലങ്ങൾ നൽകുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയായിരിക്കണം നിന്റെ ജീവിതം എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിയോട് ഉപദേശിക്കുന്നത് നമുക്ക് കാണാം. വസിഹ്ഹതക ഖബ്ല സഖമിക്,
രണ്ടാമതായി പറഞ്ഞു, നിന്റെ രോഗാവസ്ഥ വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യമുള്ള കാലത്ത് തന്നെ ആ സന്ദർഭത്തിൽ നീ പ്രവർത്തിക്കണം. ആരോഗ്യം എന്ന് പറയുന്നത് അള്ളാന്റെ വലിയൊരു നിഅമത്താണ്. അത് എല്ലാ ആളുകൾക്കും ഒരുപോലെ കിട്ടി എന്ന് വരികയില്ല. നിനക്ക് ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം നൽകിയിട്ടുണ്ട് എങ്കിൽ ഈ നിഅമത്തിന് അള്ളാഹ്ക്കുള്ള നന്ദിയാണ്. അവൻ പറഞ്ഞതുപോലെ ജീവിക്കുകയും ഈ ആരോഗ്യത്തെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത്. രോഗം വന്നു കഴിഞ്ഞ് നീ ഒരു ശയ്യയിൽ കിടന്നാൽ, നീ ഒരു വിരിപ്പിൽ കിടന്നാൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ധാരാളം ആളുകൾ അങ്ങനെയുണ്ട്. അവർക്ക് അനങ്ങാൻ വയ്യ, മാറാരോഗങ്ങൾ ബാധിച്ച ആളുകളുണ്ട്. അതുപോലെ തന്നെ ശരീരം മുഴുവൻ തന്നെ തളർന്നവരായ ആളുകളുണ്ട്. ഇങ്ങനെ ദൈനംദിനം പുതിയ പുതിയ രോഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ പല രോഗങ്ങളും ഇല്ലാതെയാവുകയും അവയുടെ മരുന്നുകളും ഔഷധങ്ങളും ഒക്കെ മനുഷ്യൻ കണ്ടെത്തി അവയെ നിശേഷം ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ പുതിയ പുതിയ രോഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഏത് രോഗവും നിന്നെ പിടികൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് കരുതിയിരിക്കുക. അങ്ങനെയുള്ള ഒരു ഘട്ടം എനിക്ക് വരുന്നതിന്റെ മുമ്പായിക്കൊണ്ട് എത്ര കണ്ട് അള്ളാഹുവിന്റെ പ്രീതിയും അവന്റെ പൊരുത്തവും നേടാൻ എനിക്ക് സാധിക്കും. അതുപോലെ നിന്റെ ദാരിദ്ര്യാവസ്ഥ വരുന്നതിന് മുമ്പ്, നിനക്ക് ദാരിദ്ര്യം സംഭവിക്കുന്നതിന് മുമ്പ് നിന്റെ ഐശ്വര്യത്തെ നീ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആളുകൾക്കും ഒരുപോലെയുള്ള കഴിവും ഒരുപോലെയുള്ള സമ്പന്നതയും അല്ലെങ്കിൽ ഒരുപോലെയുള്ള ദാരിദ്ര്യവും അല്ല നൽകിയിട്ടുള്ളത്. ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ. അള്ളാഹുവിന്റെ ഔദാര്യം എന്ന് പറയുന്ന അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ഉദ്ദേശിക്കുന്ന അളവുകൾ അനുസരിച്ചുകൊണ്ട് അവൻ നൽകുന്നു. ചില ആളുകൾ വലിയ സമ്പന്നരായിരിക്കും, ചിലരെ ഇടത്തരക്കാരായ ആളുകൾ ഉണ്ടായിരിക്കും, ചിലരെ ദാരിദ്രന്മാരായ ആളുകൾ ഉണ്ടായിരിക്കും. ചില ആളുകൾ നേരത്തെ ദരിദ്രന്മാരായിരുന്നു, ഇപ്പോൾ ധനികന്മാരായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. വേറെ ചില ആളുകൾ നേരത്തെ ധനികന്മാരായിരുന്നു, ഇപ്പോൾ ദരിദ്രന്മാരായിട്ട് മാറിയിട്ടുണ്ടായി. ഇങ്ങനെ തിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്. ഈ ദിവസങ്ങളും ഈ ഘട്ടങ്ങളും സമയങ്ങളും ഒക്കെ ജനങ്ങൾക്കിടയിൽ നാം ഇങ്ങനെ ഇട്ട് തിരിച്ച് കറക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ അവൻ ഉദ്ദേശിക്കുന്ന ഒരു ഹിക്മത്ത് പ്രകാരം ഐഹിക ജീവിതം, മനുഷ്യ ജീവിതം അത് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംക്രമണം ഇതിനാവശ്യമാണ്. എല്ലാവരും സമ്പന്നന്മാർ എന്ന് പറഞ്ഞാൽ പിന്നീട് മനുഷ്യജീവിതം മുന്നോട്ട് പോവുകയില്ല. എല്ലാവരും ദരിദ്രന്മാരെന്ന് പറഞ്ഞാലും തന്നെ ആ രൂപത്തിൽ തന്നെ മനുഷ്യജീവിതം സുഗമമായി മുന്നോട്ട് പോവുകയില്ല. അപ്പൊ അതില് ഇതൊക്കെ ആവശ്യമാണ്. ഈ ഒരു തർത്തീബ് അനുസരിച്ചുകൊണ്ടാണ്, ക്രമമനുസരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സമ്പന്നരായ ആളുകൾ ഇത് എന്നെന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള തെറ്റായ സങ്കല്പം അവർക്കുണ്ടാകരുത്. ഇത് എന്റെ മിടുക്ക് കൊണ്ടും എന്റെ കഴിവ് കൊണ്ടും ഞാൻ സമ്പാദിച്ചതാണ്, അത് മുഴുവനായി എനിക്കുള്ളതാണ്, ഞാനാണ് അത് അനുഭവിക്കേണ്ടത്, വേറെ ആർക്കും അതിലൊരു അവകാശവുമില്ല എന്ന ഒരു മൂഢ വിചാരവും അവനുണ്ടാവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് സമ്പന്നരായ ആളുകൾ, എഴുനാ നൽകിയവരായ ആളുകൾ, അവരെ ആ അവസ്ഥ മാറുന്നതിന് മുമ്പായി അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത് ആ കാര്യത്തിൽ അവൻ ശ്രദ്ധിക്കണം. ഇതും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഫറാഗക ഖബ്ല ശുഗ്ലിക. നാലാമതായി പറയുന്നു, നിന്റെ ഒഴിവ് സമയമുണ്ടല്ലോ, നിനക്ക് ഒഴിവില്ലാത്ത ഒരു സമയം വരും. ആ ഒഴിവില്ലാത്ത സമയം വരുന്നതിന് മുമ്പായി ഒഴിവ് സമയത്തെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഒന്ന് പ്രയോജനപ്പെടുത്തുക. ചില ആളുകൾക്ക് കൂടുതൽ ഫ്രീ ടൈം കിട്ടും. എല്ലാ 24 മണിക്കൂറും ജോലി എന്നുള്ള രൂപത്തിലായിരിക്കുകയില്ല. ധാരാളമായി ഒഴിവ് സമയങ്ങളുണ്ട്. അപ്പൊ ഈ ഒഴിവ് സമയങ്ങളെ അവൻ എങ്ങനെ വിനിയോഗിക്കണം, അതിന് ഒരു തിയറി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചില സന്ദർഭങ്ങളിൽ ഒരു ഒഴിവും കിട്ടാതെ കണ്ടു, ഒരു മിനിറ്റും അടങ്ങിയിരിക്കാൻ സാധിക്കാതെ കണ്ടുള്ള ഒരു സാഹചര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥ വരുന്നതിന് മുമ്പായി ഈ ഒഴിവ് സമയങ്ങളെ വിനിയോഗിക്കാനും അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും ശ്രമിക്കണം എന്ന് തിരുമേനി പറയുന്നു. ചുരുക്കത്തിൽ അഞ്ചാമതായി പറയുന്ന കാര്യം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നു. ഹയാത്തക ഖബ്ല മൗതിക. മരണം വരുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തുക. മരണം അത് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ കാലച്ചകൾ നീ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുല്ലുംബ്രീൻ
വഇൻ താലത്ത് മഈശത്തുഹു യൗമൻ അലാ ആലത്തിൻ ഹദ്ബാ മഹ്മൂലു എന്ന് പറഞ്ഞല്ലോ. ഒരു മനുഷ്യൻ എത്ര ദീർഘായുസ്സുള്ളവനായിരുന്നാലും ചിലപ്പോൾ നമ്മൾ പത്രങ്ങളിലാണ് 105-ാമത്തെ വയസ്സിൽ മരിച്ചു, 110-ാമത്തെ വയസ്സിൽ മരിച്ചു, 120-ാമത്തെ വയസ്സിൽ മരിച്ചു എന്നൊക്കെ വളരെ അപൂർവമായിട്ട് ചില ആളുകളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ കാണാം. ഇങ്ങനെ എത്ര നീണ്ട ആയുസ് ഒരാൾക്കുണ്ടായാലും യൗമൻ അലാ ആലത്തിൻ ഹദ്ബാ മഹ്മൂലു, ഒരു ദിവസം ഒരു പ്രത്യേകമായ ഒരു കോണിയോ ഒരു തരത്തിലുള്ള പാത്രമോ അല്ലെങ്കിൽ ഒരു ഉപകരണമോ ആ ഉപകരണത്തിൽ കയറിക്കൊണ്ട് അവന് സഞ്ചരിക്കേണ്ടി വരും. ഒരു ശവമഞ്ചലി, ആ ശവമഞ്ചലിൽ കയറിക്കൊണ്ട്, ശവക്കട്ടിൽ കയറിക്കൊണ്ട് അവന് യാത്ര പോവേണ്ടി വരും. ഇതാണ് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അക്സുറു ദിക്റ ഹാലിമിൽ ലദ്ദാത്ത്, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ മരണത്തെ സംബന്ധിച്ചുള്ള ഓർമ്മ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഉണ്ടാവണം. മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിന്റെ അവസാനമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുനർവിചാരത്തിന് സന്ദർഭമുണ്ടാവുകയില്ല. പുനർവിചാരം വേണമെന്നുണ്ട് എങ്കിൽ അതതിന്റെ മുമ്പ് വേണം. ഈ കാര്യമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നത്. ഇത് വേണ്ട വിധം മനസ്സിലാക്കുകയും അതിന്റെ ഗൗരവം വേണ്ട രൂപത്തിൽ മനസ്സിലാക്കുകയും ചെയ്ത ആളുകൾക്ക് മാത്രമേ പാരത്രിക ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു പാരത്രിക ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കുന്ന ഒരു ജീവിതം നയിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അവന്റെ സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാൻ അവൻ നമ്മെ തുണക്കുമാറാകട്ടെ.